അന്നോട് നമ്മൾ പറഞ്ഞില്ലേ പത്തോ മനുഷ്യൻ കയറി വരുമ്പോ ചൂലേറ്റ് എങ്ങനെ വന്ന് കരുതുന്നത്. ഇറങ്ങി പോകുമ്പോ അടിച്ചു തരാൻ വന്നാല് പുറത്ത് പോകുമ്പോ ചൂലായിട്ട് വന്നു നിറഞ്ഞു. നിങ്ങളിപ്പോ വരുന്ന നമ്മൾ അറിഞ്ഞോ? എപ്പോഴെങ്കിലും ഇപ്പൊ ഓരോന്ന് നമുക്ക് അടിച്ചു വാരണ്ടേ? എന്നാ അടിച്ചു വാരി ചൂലേ. എന്തേറ്റോ ചൂല കൊണ്ട് നന്നായിട്ട് അടിച്ചു വാരായി. പച്ചക്കറി പിടിച്ചോ. തെങ്ങുമ്പോ കയറുന്നവനെ കിട്ടിയില്ല, അതുകൊണ്ട് തേങ്ങ മേടിച്ചിക്കണം. തേങ്ങ എന്തേട്ടാ വില? എന്ത് വിലയാണെങ്കിലും വാങ്ങിയല്ലേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഈ നമ്മളെ തെങ്ങുമ്പോ കേട്ടൂലേ. അന്നപ്പോ നമ്മളെ പേടി ഉണ്ട്. പേടിക്കാണ്ട് പറ്റൂ. അന്നേ പേപ്പട്ടിനൊക്കെ പേടിക്കണ്ടേ? എന്തേ? ഒന്നുമില്ല. വേണ്ടാത്തൊരു വർത്തമാനം പറഞ്ഞോണ്ട്. പച്ചക്കറി ഒക്കെ വാങ്ങിട്ടുണ്ടായിരിക്കും, നോക്കട്ടെ. എല്ലാം മറിഞ്ഞ വരും. തക്കാളിക്കൊന്നും മര്യാദ പൊതിഞ്ഞ് തന്നൂടെ പിടിക്കാരനെ? തെങ്ങ് കയറാനുള്ള യന്ത്രം കണ്ടുപിടിക്കുന്നവർക്ക് ഗവൺമെന്റ് 10 ലക്ഷം രൂപ സമ്മാനം കൊടുക്കുന്നു. പ്രായപരിധിയില്ല, ആർക്കും പങ്കെടുക്കാം. കണ്ടുപിടിക്കണല്ലോ. ഇത് നമ്മൾ എന്നെ കണ്ടുപിടിക്കും. എന്നിട്ട് വേണം മൂസക്കായിന്റെ മുന്നിൽ ഒന്ന് സൈൻ ചെയ്യാൻ. തേങ്ങേ, ഇനി നമ്മളെ യന്ത്രം കൊണ്ട് പറയേണ്ടി വരൂ. മുകളിൽ വലിയ കയറുന്ന യന്ത്രം എന്ന് പറയുമ്പോ ഇങ്ങനെ എട്ടുകാലിന്റെ മാതിരി ഇങ്ങനെ നിൽക്കുന്ന ഒരു യന്ത്രം. അല്ലെങ്കിൽ യന്ത്രം ഉണ്ടാക്കിയാൽ തന്നെ ഇതിൽ വിളഞ്ഞ തേങ്ങ ഏതാണ് വിളയാത്ത തേങ്ങ ഏതാണെന്ന് എങ്ങനെ മനസ്സിലാവും? തല മരക്കണേ. പക്ഷെങ്കിൽ 10 ലക്ഷം ഉറുപ്പിന്റെ കാര്യം ആലോചിക്കുമ്പോ ഓരോരോ തെങ്ങിൽ ഓരോരോ ലിഫ്റ്റ് അങ്ങോട്ട് പിടിപ്പിച്ചാലോ? ആ മാണ്ട ശരിയാവൂല.